ITC-യിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും പുതിയ കോഴ്സുകൾ അനുവദിക്കുന്നതിൽ അധികാരികൾ അനാസ്ഥ കാട്ടുന്നതായി ആരോപണം. പുതിയ കോഴ്സുകൾ തുടങ്ങുന്നതിനായി ക്ലാസ് മുറികൾക്കും ഹോസ്റ്റലിനുമായി കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിച്ച ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും ഒറ്റ കോഴ്സുമായിട്ടാണ് പന്തളം ചേരിക്കലിൽ പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള ITC-യുടെ പ്രവർത്തനം. നിലവിൽ പ്ലംബർ എന്ന കോഴ്സ് മാത്രമാണ് ഇവിടെയുള്ളത്. ഇലക്ട്രീഷ്യൻ, MME തുടങ്ങിയ കോഴ്സുകൾക്കായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും കോഴ്സുകൾ അനുവദിക്കുന്നതിലും ജീവനക്കാരെ നിയമിച്ച അധിക ബാച്ചുകൾ അനുവദിക്കുന്നതിലും നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പട്ടികജാതി ITI-യുടെ പ്രവർത്തനം അവിടെ വർഷങ്ങളായിട്ട് ഒറ്റയൊരു ട്രേഡ് മാത്രമേ നടക്കുന്നുള്ളൂ, പ്ലംബർ എന്ന ട്രേഡ് മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷേങ്കിൽ MME എന്ന് പറഞ്ഞ ട്രേഡും ഇലക്ട്രീഷ്യൻ ട്രേഡും നടത്തുവാനുള്ള കെട്ടിടങ്ങളും അതിനുവേണ്ട എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ ഉള്ളതാണ്. നിയമപരമായിട്ട് ഗവൺമെന്റ് ഇതിനൊരു കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ കാര്യം. ക്ലാസ് റൂമുകൾ വ്യക്തമാണ്, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്. അതേപോലെ തന്നെ അവിടെ അധ്യാപകരില്ലാത്തൊരവസ്ഥയാണ് പോകുന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഗവൺമെന്റ് ബന്ധപ്പെട്ട് പുതിയ തസ്തികകൾ രൂപീകരിക്കുകയും അവിടെ പുതിയ ട്രേഡ് തുടങ്ങുന്നതിന് നടപടിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതിന് പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി ഇവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതുകൊണ്ട് പട്ടികജാതിക്കാരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാത്തൊരവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തസ്തികകൾ രൂപീകരിക്കണം. ഈ ഭാഗത്തുള്ള ഈ താഴേക്കിടയിലുള്ള പ്രദേശങ്ങൾ ഉയർന്നു വരുന്നതിന് വേണ്ടി, ആ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട മന്ത്രി ഇങ്ങനെയുള്ള അലംഭാവം മാറിയിട്ട് പട്ടികജാതി വികസന പ്രവർത്തനങ്ങൾ അവർ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ മുൻകരുതൽ നൽകിക്കൊണ്ട് ഈ ഒരു ITI നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതുൾപ്പെടെ ITC-യുടെ വികസനത്തിന് കേന്ദ്ര ഫണ്ട് അനുവദിച്ചിട്ടും ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം ഉയരുന്നത്. പുതിയ കോഴ്സുകൾ തുടങ്ങുന്ന ലക്ഷ്യമിട്ട് നിർമ്മിച്ച കെട്ടിടത്തിനുള്ളിലെ ഉപകരണങ്ങളും ഹോസ്റ്റൽ കെട്ടിടത്തിലെ ഫർണിച്ചറുകളും നശിക്കുകയാണ്. താൽക്കാലികമായി അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിച്ച് പുതിയ ബാച്ചുകൾ തുടങ്ങാമെന്നിരിക്കുകയാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി ആരംഭിച്ച പരിശീലന കേന്ദ്രത്തിന്റെ വികസനത്തിൽ അധികൃതർ അനാസ്ഥ കാട്ടുന്നത്. അടൂർ നഗരത്തിൽ